ഹായ് ഫ്രണ്ട്സ്, പേഴ്സ്പെക്റ്റീവിൻ്റെ രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ജാനുവരി 2017 വന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണിത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ പോസ് ചെയ്യുക, പറ്റുമെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ റെക്ടാങ്കിൾ പിരമിഡ് ബേസ് 35x45 and axis 50 mm long is resting on its base on the ground plane such that one of its longer edges of the base is touching on the picture plane. Draw the perspective view of the pyramid if the station point is 60 mm in front of the picture plane, 35 mm above the ground plane, and in the central plane, which is 50 mm to the left of the axis of the pyramid. വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ ഒന്നും കൂടി നല്ല വൃത്തിക്ക് വായിക്കുക. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രകാരം ഒരു റെക്റ്റാങ്കിൾ പിരമിഡ് ഉണ്ട്. ജസ്റ്റ് ഇതിൻ്റെ 3D വ്യൂ ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ റെക്റ്റാങ്കിൾ പിരമിഡിൻ്റെ 35x45 ഇതാണ് ഇതിൻ്റെ സൈസ്. 35x45. ഈ ബേസിൽ ഇത് ഗ്രൗണ്ട് പ്ലെയിൻ്റെ മേലെ റെസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇതാണ് ഇപ്പോൾ റെസ്റ്റ് ചെയ്യുന്ന ഈ പ്ലെയിനെ നമുക്ക് ഗ്രൗണ്ട് പ്ലെയിൻ ആയിട്ട് എടുക്കാം. ഇത് ഗ്രൗണ്ട് പ്ലെയിൻ. ഓക്കെ, ഇത് ഗ്രൗണ്ട് പ്ലെയിൻ ആയിട്ട് എടുക്കാം. ഗ്രൗണ്ട് പ്ലെയിൻ ലെവൽ റെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സച്ച് ദാറ്റ് വൺ ഓഫ് ഇറ്റ്സ് ലോങ്ങർ എഡ്ജസ് 35x45. സോ 45 ആണ് ലോങ്ങർ എഡ്ജ്. ലോങ്ങർ എഡ്ജ് ഓഫ് ദ ബേസ് ഈസ് ടച്ചിങ് ദ പിക്ചർ പ്ലെയിൻ. സി, ഇതാണ് പിക്ചർ പ്ലെയിൻ. നമ്മൾ പേഴ്സ്പെക്റ്റീവിൽ ആദ്യമേ പറഞ്ഞു, പേഴ്സ്പെക്റ്റീവിലെ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒബ്സർവർ ഈ സ്പേസിലുണ്ടാവും, ഒബ്സർവറിൻ്റെ മുന്നിൽ പിക്ചർ പ്ലെയിൻ ഉണ്ടാവും, പിക്ചർ പ്ലെയിൻ്റെ ബാക്കിൽ എന്തുണ്ടാവും? ഒബ്ജക്റ്റ് ഉണ്ടാവും. ഈ അറേഞ്ച്മെൻറ്റിൽ ഈ ക്വസ്റ്റ്യനിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ദിസ് റെക്ടാങ്കുലർ പ്രിസം വൺ ഓഫ് ദ ബേസ് എഡ്ജസ് ഈസ് ടച്ചിങ് ദ പിക്ചർ പ്ലെയിൻ. പിക്ചർ പ്ലെയിനെ തൊട്ടിട്ടാണ് ഈ ബേസ് എഡ്ജ് നിൽക്കുന്നത്. Now, draw the perspective view of the pyramid if the station point is 60 mm in front of the picture plane. See, picture plane ഇവിടെയാണെങ്കിൽ പിക്ചർ പ്ലെയിൻ ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഈ സ്പേസ് ആണ്. ഈ സ്പേസിൽ 60 mm പിക്ചർ പ്ലെയിൻ വിട്ടിട്ടാണ് എന്തുള്ളത്? സ്റ്റേഷൻ പോയിന്റ് ഉള്ളത്. ഇത് മാത്രം പോരാ, സ്റ്റേഷൻ പോയിന്റ് കാണിക്കാം. വേറെ എന്താ ഉള്ളത്? 35 mm above the ground plane. ഗ്രൗണ്ട് പ്ലെയിൻ്റെ മുകളിൽ 35 mm ഉള്ളത്. വൺ മോർ തിങ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, സി, ഗ്രൗണ്ട് പ്ലെയിൻ്റെ എബോവ് ആണ്, പിക്ചർ പ്ലെയിൻ്റെ ഇൻ ഫ്രണ്ടിലാണെന്ന് പറഞ്ഞെങ്കിലും സ്റ്റേഷൻ പോയിന്റ് വിൽ ബി ഓൾവേസ് ഓൺ ദ സെൻട്രൽ പ്ലെയിൻ. സെൻട്രൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരു പ്ലെയിൻ പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ആ സെൻട്രൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്ലെയിൻ വിച്ച് ഈസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ബോത്ത് പിക്ചർ പ്ലെയിൻ ആൻഡ് ഗ്രൗണ്ട് പ്ലെയിൻ. ഗ്രൗണ്ട് പ്ലെയിൻ എവിടെയുണ്ട്, പിക്ചർ പ്ലെയിൻ എവിടെയുണ്ടെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന സാധനമാണ് സെൻട്രൽ പ്ലെയിൻ. സോ ആ സെൻട്രൽ പ്ലെയിൻ എവിടെയുള്ളത്? 50 mm ടു ദ ലെഫ്റ്റ് ഓഫ് ദി ആക്സിസ്. സോ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നോക്കുന്നതെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് ഓഫ് ദി ആക്സിസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? നമ്മൾ വരക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആക്സിസ് ഇങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഓഫ് ദി ആക്സിസ്. നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആക്സിസിൻ്റെ ലെഫ്റ്റ് ഈ ഭാഗത്തേക്ക് 50 mm ടു ദ ലെഫ്റ്റ് ഓഫ് ദി ആക്സിസ്. സോ ഇഫ് ഐ ഡ്രോ ദ ഗ്രൗണ്ട് പ്ലെയിൻ ഹിയർ, ഇങ്ങനൊരു സെൻട്രൽ പ്ലെയിൻ വരച്ചാൽ, ലെറ്റ് ദിസ് ബി സെൻട്രൽ പ്ലെയിൻ. ഇത് മ്യൂച്വലി തേർഡ് പ്ലെയിൻ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്. അതായത് ഈ ആക്സിസും ഈ കാണിച്ച ആക്സിസും ഈ സെൻട്രൽ പ്ലെയിനും തമ്മിൽ ഈ ഡിസ്റ്റൻസ് 50 ആണ്. സോ ഈ സെൻട്രൽ പ്ലെയിൻ ഉണ്ട്. സെൻട്രൽ പ്ലെയിനിൽ ഇനി എവിടെയാണ് ഈ സ്റ്റേഷൻ പോയിന്റ് വരുന്നത്? ഈ സെൻട്രൽ പ്ലെയിൻ്റെ മേലെയാണ് സ്റ്റേഷൻ പോയിന്റ് വരേണ്ടത്, ഈ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ്. ഓക്കെ, ഈ സെൻട്രൽ പ്ലെയിൻ്റെ മേലെ എവിടെയാണ് വരേണ്ടത്? 60 mm ഇൻ ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിൻ ആയിരിക്കണം, 35 mm എബവ് ഗ്രൗണ്ട് പ്ലെയിൻ. സോ ഗ്രൗണ്ട് പ്ലെയിൻ്റെ മേലെ, ഗ്രൗണ്ട് പ്ലെയിനിന് പാരലായിട്ട് നമ്മളൊരു പ്ലെയിൻ കൺസിഡർ ചെയ്താൽ ആ പ്ലെയിനെയാണ് നമ്മൾ ഹൊറൈസൺ പ്ലെയിൻ എന്ന് പറയുന്നത്. ഹൊറൈസൺ പ്ലെയിൻ എന്താണ് ആക്ച്വലി? നമ്മൾ ഐ ലെവൽ, ഒബ്സർവറിൻ്റെ ഐ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലെയിനാണ് ഹൊറൈസൺ പ്ലെയിൻ. സോ ഇവിടെ സപ്പോസ് ഞാനൊരു പ്ലെയിൻ കൺസിഡർ ചെയ്താൽ, സി, ഇഫ് ഐ ആം കൺസിഡറിങ് എ പ്ലെയിൻ ലൈക്ക് ദിസ് വൺ, ഈ പ്ലെയിൻ ഇപ്പം എങ്ങനെയാണ്? ദിസ് പ്ലെയിൻ, ഇത് നമുക്ക് HP എന്ന് വിളിക്കാം. HP ഈസ് ഹൊറൈസൺ പ്ലെയിൻ അല്ലേ? ഹൊറൈസൺ പ്ലെയിൻ. ഹൊറൈസൺ പ്ലെയിൻ എങ്ങനെയാണ്? GP ആയിട്ട് എത്രയാണ്? GPൻ്റെ മേലെ എത്രയാണ്? 35 mm എബവ് ആണ്. ഇതിൽ നിന്ന് 35 mm എബവ് ആണ് ഇപ്പോൾ ഹൊറൈസൺ പ്ലെയിനിൽ. സോ 35 mm എബവ് ഹൊറൈസൺ പ്ലെയിനിൽ പിക്ചർ പ്ലെയിനിന് എത്ര വിട്ടിട്ട്? 60 mm ഇൻ ഫ്രണ്ട്. പക്ഷേ അത് രണ്ടും എവിടെയാണ് ഉണ്ടാവേണ്ടത്? ഓൺ ദ സെൻട്രൽ പ്ലെയിൻ. ദാറ്റ് മീൻസ് സംവെയർ ഹിയർ ആയിരിക്കും ഉണ്ടാവുക. സംവെയർ ഹിയർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എന്താണ്? സോ സി, ദിസ് ഈസ് പിക്ചർ പ്ലെയിൻ, ദിസ് ഈസ് അവർ സ്റ്റേഷൻ പോയിന്റ്. സോ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 60 ആണ് അല്ലേ? 60 mm ഇൻ ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിൻ,
35 mm above ground plane and on the center plane which is 50 mm to the left of the axis of the pyramid എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇതാണ് ഇതിൻ്റെ ഏകദേശ ലൊക്കേഷൻ. 60 in front, 35 above and 50 to the left of the axis. സോ ഇതാണ് നമ്മുടെ സ്റ്റേഷൻ പോയിന്റ് വരും. സോ ഈ സ്റ്റേഷൻ പോയിന്റിൽ നിന്നാണ് ഞാൻ ഇനി ഇതിലേക്ക് വിഷ്വൽ റേസ് പാസ് ചെയ്യേണ്ടത്. ഇതാണ് ബേസിക് അറേഞ്ച്മെൻറ്റ്. അപ്പം നമ്മൾ പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷനിൽ വരക്കേണ്ടത് എന്താണ്? സ്റ്റേഷൻ പോയിന്റ് ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒബ്സർവർ ആക്ച്വലി ഇവിടെയാണുള്ളത്. ഇവിടെയാണ് ഒബ്സർവറിൻ്റെ പൊസിഷൻ. ഇവിടെ നിന്നാണ് നോക്കുന്നത്. സോ ഇവിടുന്ന് നോക്കുന്ന ടോപ്പ് വ്യൂ ആൻഡ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്ന ഫ്രണ്ട് വ്യൂ, ഇത് രണ്ടുമാണ് നമ്മൾ ഇനി പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷനിൽ വരക്കാനുള്ളത്. ഈ ത്രീ ഡയമെൻഷണൽ ഇമേജും കൂടി ഒന്ന് പോസ് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ എഴുതി വെച്ചതൊന്നും കൂടി വായിക്കുക, ആ ക്വസ്റ്റ്യനും ഈ ഇമേജും കൂടി ഒന്ന് റിലേറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ലെറ്റ് us start drawing the perspective projection. Let us start by drawing the picture plane. ഞാൻ ആദ്യം ഇവിടെ പിക്ചർ പ്ലെയിൻ വരക്കണം. പിക്ചർ പ്ലെയിൻ വരക്കേണ്ടത് എപ്പോഴും ഡാർക്ക് ലൈൻസ് യൂസ് ചെയ്തിട്ടാണ്. കണ്ടിന്യൂസ് ഡാർക്ക് ലൈനാണ് പിക്ചർ പ്ലെയിൻ. ഓക്കെ, പിക്ചർ പ്ലെയിനോട് തട്ടിയിട്ടാണ് എന്ത് വരക്കേണ്ടത്? ടോപ്പ് വ്യൂ ഓഫ് ദ പ്രിസം വരക്കേണ്ടത്. സോ ടോപ്പ് വ്യൂ ഓഫ് ദ പ്രിസം വരക്കുമ്പോൾ 45 mm എഡ്ജ് ഇവിടെ, ഇവിടുന്ന് 45 mm എഡ്ജ് ഇവിടെ, മേലോട്ട് 35. ടോപ്പ് വ്യൂ ഓഫ് ദ പ്രിസമാണിത്. ഇനി പ്രിസം അല്ല, പിരമിഡാണ്. സോ ഡെഫിനറ്റ്ലി എന്താണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ ഓപ്പോസിറ്റ് കോർണേഴ്സ് നമ്മൾ ജോയിൻ ചെയ്യാം. കാരണം ദിസ് ഈസ് എ പിരമിഡിനൊരു എപ്പെക്സ് ഉണ്ടാവും. ആ എപ്പെക്സ് നമ്മൾ മേലെ നിന്ന് കാണുമ്പോൾ ഇവിടെയാണ് കാണാം. എപ്പെക്സും ബേസിലെ എഡ്ജസും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ലാൻഡ് ഫേസസും ഉണ്ടാവും. നെയിം ചെയ്യാം. A, B, C, D, O, താഴെ let the point be P. So top view of the pyramid. See, ഈ ഇമേജ് വെച്ചൊന്ന് റിലേറ്റ് ചെയ്ത് നോക്ക്. നമ്മൾ ഈ ഇമേജിനെ ഇവിടുന്ന് നോക്കുമ്പോൾ ടോപ്പായി ഇവിടുന്ന് നോക്കിയാൽ കാണുന്നത് ABCD, ഇത് O ആണ്, ഈ പോയിന്റ് P ആണ്. ഇതാണല്ലോ നമ്മൾ കാണുക ABCD. ഇവിടെ നോക്കിയാൽ ടോപ്പ് വ്യൂ ഇവിടെയാണ് കാണുക. എഡ്ജ് DC ഈസ് ടച്ചിങ് ദ പിക്ചർ പ്ലെയിൻ. പിക്ചർ പ്ലെയിന് നമ്മളൊരു സിംഗിൾ ലൈനായിട്ടാണ് കാണുക. ഓക്കെ, സോ ടോപ്പ് വ്യൂ വരച്ച് കഴിഞ്ഞാൽ ഇനി താഴെ ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ ഡ്രോ ദ ഗ്രൗണ്ട് പ്ലെയിൻ. എഗെയിൻ ഗ്രൗണ്ട് പ്ലെയിനും എന്താണ്? ഡാർക്ക് ലൈനാണ്, GP. ഗ്രൗണ്ട് പ്ലെയിൻ വരക്കാം. ഗ്രൗണ്ട് പ്ലെയിനിൽ ഇവിടെ നിന്നുള്ള പ്രൊജക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് വാട്ട് ഐ ഹാവ് ടു ഡ്രോ ദ കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ. ടോപ്പ് വ്യൂ വരച്ചെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ ഇവിടെ വരക്കണം. പ്രൊജക്ടേഴ്സ് വരച്ചു. സോ ബേസ് എഡ്ജ് ഇവിടെയാണ് ഉണ്ടാവുക. ഹൈറ്റ് ഓഫ് ദ പിരമിഡ് പറഞ്ഞിട്ടുണ്ട്. അതാണ് ആക്സിസിൻ്റെ ലെങ്ത് 50 mm ലോങ്. ആക്സിസ് 50 mm ലോങ്. സോ ഇവിടുന്ന് 50 mm ആണ് ആക്സിസ് എടുക്കേണ്ടത്.
ഇത്രയും വരച്ചാൽ കറസ്പോണ്ടിങ് നെയിമിങ്സ് കൊടുക്കുക. ഫ്രണ്ട് വ്യൂ ആണ്. സോ ഫ്രണ്ട് വ്യൂ എന്ന് നമ്മൾ കാണുന്ന O ഇതാണ്, O ഡാഷ് ഇതാവും, P ഡാഷ് ഇതാവും. ഫ്രണ്ട് കാണുമ്പോൾ ഇത് D ഡാഷ് ആവും, ഇത് C ഡാഷ് ആവും. D ഡാഷിൻ്റെ പുറകിൽ എന്തുണ്ടാവും? A ഡാഷ് ഉണ്ടാവും. C ഡാഷിൻ്റെ പുറകിൽ B ഡാഷ് ഉണ്ടാവും. ഇത് ആക്സിസ് ലൈനാണ്. സോ ഇവിടെ ലെറ്റ് us show the axis. ആക്സിസ് ആണ്. ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ. സി ആലോചിച്ച് നോക്കുക. ഈ ഫിഗർ വെച്ച് നോക്കുക. ഇവിടെ നിന്നാണ് നമ്മൾ ഫ്രണ്ട് കാണുന്നത്. സോ DC കാണും, O കാണും, താഴെ P എന്ന ആക്സിസ് കാണും. ഇതാണ് ഫ്രണ്ട് വ്യൂ കാണുന്നത്. ഈ ഹൈറ്റ് 50 ആണ്. ഹൈറ്റ് ഓഫ് ദ പിരമിഡ് വിൽ ബി 50. ഇനി ലെറ്റ് us show the center plane. സെൻട്രൽ പ്ലെയിൻ എന്താണ് പറയുന്നത്? ഈസ് 50 mm to the left of the axis of pyramid. ആക്സിസ് ഓഫ് പിരമിഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതും രണ്ടും ആക്സിസിൻ്റെ സെയിം ലൈനാണ്. സോ ഇതിൻ്റെ ലെഫ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് 50 mm to the left of the axis of the pyramid. ദാറ്റ് മീൻസ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 50 mm എടുക്കണം. ഈ കാണിക്കുന്നതാണ് സെൻട്രൽ പ്ലെയിൻ. CP സെൻട്രൽ പ്ലെയിൻ 50 mm to the left of the axis. ഇനി സ്റ്റേഷൻ പോയിന്റ് ഈ 60 mm ഇൻ ഫ്രണ്ട് ഓഫ് ദ പിക്ചർ പ്ലെയിൻ. സോ പിക്ചർ പ്ലെയിൻ ഇതാണെങ്കിൽ പിക്ചർ പ്ലെയിൻ്റെ ഇൻ ഫ്രണ്ടിൽ 60 mm. സ്റ്റേഷൻ പോയിന്റ് ഓൾവേസ് സെൻട്രൽ പ്ലെയിൻ്റെ മുകളിലാണ് വരും. സോ പിക്ചർ പ്ലെയിൻ്റെ മുമ്പിലേക്കുള്ള ഡിസ്റ്റൻസ് ഈ സെൻട്രൽ പ്ലെയിൻ്റെ മുകളിൽ കാണിച്ചാൽ മതി. 60 mm ഇൻഫിനിറ്റി. സോ ടോപ്പ് വ്യൂവിൽ ഇതാണ് സ്റ്റേഷൻ പോയിന്റ്. സോ ലെറ്റ് us മാർക്ക് ദിസ് പോയിന്റ് ആസ് SP. അതേപോലെ ഇറ്റ് ഈസ് 35 mm എബവ് ദ ഗ്രൗണ്ട് പ്ലെയിൻ. ഗ്രൗണ്ട് പ്ലെയിൻ ഇവിടെയാണ്. സോ ഇവിടെ 35 mm എബവ് എന്ന് പറഞ്ഞാൽ എഗെയിൻ ആ ഡിസ്റ്റൻസ് എടുക്കേണ്ടത് എവിടെയാണ്? സെൻട്രൽ പ്ലെയിൻ്റെ മുകളിൽ ആ ഡിസ്റ്റൻസ് എടുത്താൽ മതി. This will be SP dash. ഇതാണ് SP dash. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഉടനടി ജോയിൻ. ടോപ്പ് വ്യൂവിലെ സെക്ഷൻ എടുക്കുക. ടോപ്പ് വ്യൂവിൽ ഓരോ കോർണേഴ്സും സ്റ്റേഷൻ പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യാം. അതാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. സോ ഓരോ പോയിന്റായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. A സ്റ്റേഷൻ പോയിന്റ്, D to station point, O'യും Pയും both to station point, B to station point, C to station point. See. Similarly, സ്റ്റേഷൻ പോയിൻ്റ് ഫ്രണ്ട് വ്യൂവിൽ എന്ത് ചെയ്യുക? ഇവിടെ വരുന്ന ഓരോ കോർണേഴ്സും എഡ്ജസും ജോയിൻ ചെയ്യുക. ഡിയും എയും ഓയിൽ നിന്നുള്ളത് സ്റ്റേഷൻ പോയിന്റിലേക്ക്, പിയിൽ നിന്നുള്ളത് സ്റ്റേഷൻ പോയിന്റിലേക്ക്, ബിയിൽ നിന്നുള്ളത് അഗെയിൻ സ്റ്റേഷൻ പോയിന്റിലേക്ക്. I hope this is clear for you. ഇനി ടോപ്പ് വ്യൂ ശ്രദ്ധിക്കുക. ടോപ്പ് വ്യൂവിൽ ഓരോ കോർണേഴ്സും സ്റ്റേഷൻ പോയിന്റിലേക്ക് വന്ന പ്രൊജക്ടേഴ്സ് പിക്ചർ പ്ലെയിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ലെറ്റ് എ സ്റ്റേഷൻ പോയിന്റിലേക്ക് വന്ന പോയിന്റ് മീറ്റ് ചെയ്യുന്നതിന് A1 എന്ന് മാർക്ക് ചെയ്യുന്നു. ഡി ഇവിടെ തന്നെയുള്ള, സോ ദിസ് ബിക്കംസ് D1 ഇറ്റ്സെൽഫ്. ഒ ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഒയും പിയും പോകുന്നുണ്ട്. സോ ദിസ് ഈസ് O1 ബ്രാക്കറ്റിൽ P1. സി ഇങ്ങോട്ട് പോകുന്നുണ്ട്, സോ ദിസ് ഷുഡ് ബി C1 ഇറ്റ്സെൽഫ്. ബി ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഈ പോയിന്റ് ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്, ദിസ് ഷുഡ് ബി B1. ഓരോ പോയിൻറ്റ്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക.
ഓക്കെ. ഇനി ഈ മാർക്ക് ചെയ്ത ഓരോ പോയിന്റ്സിനും നമ്മൾ എന്ത് ചെയ്യണം? നേരെ താഴേക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്യണം. ഓക്കെ. ഇനി ഈ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റ്സിനെ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം ഫോർ എക്സാമ്പിൾ A1 അത് A സ്റ്റേഷൻ പോയിന്റിലേക്ക് പോകുന്നതിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിന്റാണ്. ഈ A1 ഇതേ സിനാരിയോ ഫ്രണ്ട് വ്യൂവിൽ എന്താണോ അവിടത്തേക്ക് ഡ്രോപ്പ് ചെയ്യുക. ദാറ്റ് മീൻസ് A സ്റ്റേഷൻ പോയിന്റ് ടോപ്പ് വ്യൂയിലേക്ക് പോകുന്ന സെഗ്മെൻ്റാണ് ഇത്. സിമിലർലി A' എന്ന പോയിന്റ് ഫ്രണ്ട് വ്യൂയിലൂടെയാണ്. അത് സ്റ്റേഷൻ പോയിന്റ് ഫ്രണ്ട് വ്യൂയിലേക്ക് കൊണ്ടുവന്ന പ്രൊജക്ടർ ഇതാണ്. സോ ഈ ടോപ്പ് വ്യൂയിലെ പ്രൊജക്ടർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഇൻ്റർസെക്ഷൻ പോയിന്റ് നേരെ ഇവിടെ ഡ്രോപ്പ് ചെയ്യണം. ഈ A1 ഫ്രണ്ട് വ്യൂവിൽ ഈ A' സ്റ്റേഷൻ പോയിന്റിലെ ഫ്രണ്ട് വ്യൂയിലേക്ക് കൊണ്ടുവന്ന പ്രൊജക്ടറിൻ്റെ മുകളിലേക്ക് ഈ A ഡ്രോപ്പ് ചെയ്യാം. See, A1 I am straight away going to drop onto what? ഈ പോയിന്റിൽ കിട്ടി. ഇതിനെ ഞാൻ ക്യാപിറ്റൽ A എന്ന് മാർക്ക് ചെയ്യണം. ക്യാപിറ്റൽ A. അടുത്തത് D എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണ്. ഇവിടെ തന്നെയാണ് D1 പിക്ചർ പ്ലെയിൻ ഇൻ്റർസെക്ഷൻ വരുന്നത്. സോ ഇതിനെ നേരെ ഡ്രോപ്പ് ചെയ്ത Dൻ്റെ നേരത്തെ പ്രൊജക്ഷൻ ഇത് തന്നെയാണ്. ഈ Dനെ നേരെ പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്ന ഇതേ പോയിന്റിലാണ്. ഓക്കെ. നെക്സ്റ്റ് D എന്ന് പറഞ്ഞ പോയിന്റ് നേരെ ഇൻ്റർസെക്ഷൻ വരുന്നത് ഓൾറെഡി ഒരു പ്രൊജക്ഷൻ ലൈൻ നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ട്. അതേ പ്രൊജക്ഷൻ ലൈനിൻ്റെ മുകളിലൂടെയാണ് വീണ്ടും വരിക. D' സ്റ്റേഷൻ പോയിന്റ് ഫ്രണ്ടിലേക്ക് പോകുന്ന പ്രൊജക്ടർ ഇവിടെയാണ്. സോ ഈ D1 എന്ന് പറഞ്ഞ ഇൻ്റർസെക്ഷൻ പോയിന്റ് D1 ഒബ്റ്റെയിൻ ചെയ്ത ഈ പ്രൊജക്ടർ സ്റ്റേഷൻ പോയിന്റിലേക്ക് പോകുന്ന ഈ പ്രൊജക്ടർ പിക്ചർ പ്ലെയിൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഇതേ പോയിന്റ് വെച്ചാണ്. അവിടെ തന്നെ D1 മാർക്ക് ചെയ്ത് ആ D1 നേരെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെയുണ്ട്. സോ ഓൾറെഡി ഒരു പ്രൊജക്ടർ ഉണ്ട്. സോ ഇതേ പോയിന്റ് തന്നെ ആയിരിക്കും D. സോ ഇതേ പോയിന്റിനെ ഒന്ന് നമ്മൾ ക്യാപിറ്റൽ B ആയിട്ട് മാർക്ക് ചെയ്താൽ മാത്രം മതി. Next, let us go to the point B. B എന്ന് പറഞ്ഞ പോയിന്റ് സ്റ്റേഷൻ പോയിന്റിലേക്ക് വരുന്ന പ്രൊജക്ടർ ഇതാണ്. ഇൻ്റർസെക്ഷൻ പോയിന്റ് B1 ഇവിടെ കിട്ടുന്നത്. ഇതിന് നേരെ ഡ്രോപ്പ് ചെയ്യേണ്ടത് ഫ്രണ്ട് വ്യൂവിൽ B ഇവിടെയാണ്, സ്റ്റേഷൻ പോയിന്റിലേക്ക് ഇങ്ങോട്ടാണ് കൊണ്ട് ആ പ്രൊജക്ടറിലേക്ക് ഈ B1 എന്ന ഇൻ്റർസെക്ഷൻ പോയിന്റ് ജോയിൻ ചെയ്യും. ഇതാണ് പോയിന്റ്. ഈ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ B എന്ന് മാർക്ക് ചെയ്യും. ക്യാപിറ്റൽ B. നെക്സ്റ്റ് C എന്ന് പറഞ്ഞ പോയിന്റ്. C ഓൾറെഡി ഇവിടെ തന്നെയുണ്ട്. C ദ കോർണർ സ്റ്റേഷൻ പോയിന്റ് ടോപ്പ് വ്യൂയിലേക്ക് പോകുന്ന പ്രൊജക്ടർ ഇതാണ്. ഇതേ പ്രൊജക്ടർ പിക്ചർ പ്ലെയിൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇത് തന്നെയാണ്. സോ ഇതേ പോയിന്റാണ് നമ്മൾ C1 എന്ന് മാർക്ക് ചെയ്തത്. ഈ C1 ഇനി എങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യണം? ഫ്രണ്ട് വ്യൂവിൽ C' എവിടെയുണ്ട്? ആ C' സ്റ്റേഷൻ പോയിന്റ് ഫ്രണ്ട് വ്യൂവിൽ ജോയിൻ ചെയ്യുന്ന പ്രൊജക്ടർ ഇതാണ്. ആ പ്രൊജക്ടറിലേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ ഓൾറെഡി ഒരു പ്രൊജക്ടർ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ. സോ ഇതേ പോയിന്റ് നേരത്തെ നമ്മൾ D വരച്ച പോലെ തന്നെ ഇതേ പോയിന്റിന് നമ്മൾ ക്യാപിറ്റൽ C ആയിട്ട് എടുത്താൽ മതി. സോ ക്യാപിറ്റൽ A എവിടെയുണ്ട്, D എവിടെയുണ്ട്, B എവിടെയുണ്ട്, ക്യാപിറ്റൽ Cയും ഇവിടെയുണ്ട്. ഇനി എന്ത് ചെയ്യാം? എപ്പെക്സ് O സ്റ്റേഷൻ പോയിന്റിലേക്ക് വരുന്ന ഡ്രോപ്പ് പ്രൊജക്ടർ ഇതാണ്. ആ പ്രൊജക്ടർ പോകുമ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പിക്ചർ പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് O1 ഇവിടെയാണ്. ഈ Pയും പോകുമ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന P1 ഇവിടെയാണ്. സോ ഇതിന് ഇനി ഡ്രോപ്പ് ചെയ്യേണ്ടത് ഫ്രണ്ട് വ്യൂവിൽ O' ജോയിൻ ചെയ്യുന്ന പ്രൊജക്ഷൻ ലൈൻ ഇതാണ് സ്റ്റേഷൻ പോയിന്റ് ആയിട്ട്. അതിലേക്ക് O1 ഡ്രോപ്പ് ഡൗൺ ചെയ്യാം. ആക്സിസിൻ്റെ താഴത്തെ പോയിന്റ് P' ജോയിൻ ചെയ്യുന്ന സ്റ്റേഷൻ പോയിന്റ് ഫ്രണ്ടിലേക്ക് ജോയിൻ ചെയ്യുന്ന പ്രൊജക്ടർ ഇതാണ്. അതിലേക്ക് എന്ത് ചെയ്യുക? ഇതിനെ Pയിലേക്കും ജോയിൻ ചെയ്യാം. ആ ഡ്രോപ്പിംഗ് ഡൗൺ പ്രൊജക്ടർ നമുക്ക് സ്ട്രെയിറ്റ് അവേ ഒരു സിംഗിൾ ലൈനായിട്ട് വരക്കാം. O എത്തിച്ചേരേണ്ടത് ഇവിടുന്ന് നേരെ ഇവിടെയാണ്. ഇതാണ് O. P എത്തിച്ചേരേണ്ടത് ഇതിനെ നേരെ നമ്മൾ Pയിലേക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്താൽ എനിക്ക് Pയും കിട്ടി. സോ നൗ ദിസ് ബിക്കംസ് ക്യാപിറ്റൽ O. This becomes capital P. ഇനി എന്ത് ചെയ്യുക പറഞ്ഞാൽ ഈ കിട്ടിയ പോയിന്റ്സിനെ നമ്മൾ ഡാർക്ക് ലൈൻസ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക.
1, 2, 3, next O and C. ബേസിൻ്റെ എഡ്ജ് വൺ മോർ എഡ്ജ് ഉണ്ട് O and B. പക്ഷെ ഇത് ഹിഡൺ എഡ്ജ് ആയിരിക്കും. സോ ഇതിന് ഡോട്ടഡ് ലൈൻസ് കൊണ്ട് ജോയിൻ ചെയ്യും. റിമൈനിങ് ഈ എഡ്ജ് A and B അഗെയിൻ അത് ഡോട്ടഡ് ലൈൻ ആയിരിക്കും. എയും സിയും this is again going to be a dotted line. This is the perspective view, capital O, A, B, C, D. This is the perspective, capital O, apex ആണ് O, താഴത്തെ ഇതെന്ന് പറഞ്ഞാൽ A, B, C, D. This is the perspective view of the, ഇതാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ച കറസ്പോണ്ടിങ് പെർസ്പെക്റ്റീവ് വ്യൂ. ഫിഗർ ഒന്ന് വൃത്തിക്ക് പോസ് ചെയ്യുക, പോസ് ചെയ്തിട്ടൊന്ന് നോക്കുക. ഇതിൽ കറസ്പോണ്ടിങ് ഡയമെൻഷൻസ് ആണ് കാണിക്കേണ്ടത്. ഡയമെൻഷൻസ് കാണിക്കാം. ഇത് തമ്മിൽ ഡിസ്റ്റൻസ് 50 ആണ്. സെൻട്രൽ പ്ലെയിൻ ടു ദ ലെഫ്റ്റ് 50 എന്ന് പറയുന്നുണ്ട്. സ്റ്റേഷൻ പോയിന്റും സെൻട്രൽ പ്ലെയിനും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ്, പിക്ചർ പ്ലെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് 60. സ്റ്റേഷൻ പോയിന്റും ഗ്രൗണ്ട് പ്ലെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് 35. ഓക്കെ, സോ ഇതാണ് കറസ്പോണ്ടിങ് ഡയമെൻഷൻസ്. കെയർഫുള്ളായിട്ട് ഈ ഡയമെൻഷൻസും കൂടി ഒന്ന് വൃത്തിക്ക് നോക്കുക. ഒന്ന് പോസ് ചെയ്യുക, പോസ് ചെയ്ത് വേണമെങ്കിൽ ഈ ഇമേജ് സ്ക്രീൻഷോട്ട് എടുക്കുക. ഒന്ന് കറക്റ്റായിട്ട് നോക്കുക എങ്ങനെയാണ് ഈ ഫിഗേഴ്സ് വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക. സി, ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത്. നേരത്തെ ആൾ പ്രൊജക്ഷൻ ഫ്രണ്ട് വ്യൂ വരച്ചു. ഫ്രണ്ട് വ്യൂ നമ്മൾ എന്ത് ചെയ്തു, ഈ കാണുന്ന ഈ ഒബ്ജക്റ്റ് ഇതാണ് നമ്മളുടെ പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ. സി, ഒന്ന് ക്ലിയറായി ഒന്നും കൂടി നോക്കാം. താങ്ക് യു.